ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. നമ്മളെല്ലാവരും പഠിച്ച സ്കൂളാണ് ചിന്മയ വിദ്യാലയ തളിപ്പറമ്പ. അവർ പഠിച്ച സ്കൂളാണ്. അതിന്റെ മുന്നിൽ കുറച്ച് സമയം ഇരുന്ന് അവരെന്തോ വർത്തമാനം പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിലത്ത് നിന്നിട്ട് കല്ലുകൊണ്ട് ഇങ്ങനെ കൈനെ കൊണ്ട് നിലച്ചേരും ഇങ്ങനെ ചൊട്ടിയാരം. അപ്പോഴാണ് ഓപ്പോസിറ്റ് സ്കൂളിന്റെ ബോർഡിൽ കൊണ്ടുപോയി. ഒരു കാരണമില്ലാതെ ആരടാ ഫ്ലക്സിന് കല്ലെറിഞ്ഞു, അതാ പറയുന്നത് ഇവര് കുട്ടികൾ കാരണം. സ്കൂളിന്റെ ബോർഡിൽ കൊണ്ടുപോയി. ആരടാ ഫ്ലക്സിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്റെ മോനെ പിടിച്ചടിച്ചത്. നിങ്ങൾ എന്തിനാ ബോർഡിൽ കല്ലെറിഞ്ഞിട്ട് അപ്പം തന്നെ കോളറിൽ പിടിച്ചിട്ട് പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്തു. പിന്നെ ഹെൽമെറ്റ് ഊരി അടിച്ചു. രക്ഷാപ്രവർത്തനം. അതിന്റെ അടുത്ത് തന്നെ ഒരു BJP മന്ദിരമുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് രണ്ടുപേര് വന്നു. വലിയൊരു ജനക്കൂട്ടമുണ്ട്. രണ്ടുപേര് വന്നിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ചോദിച്ചിട്ടല്ല തല്ലിയത്. അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കുറെ ക്രിമിനലുകളാണ്, ഒരു കുറെ സാമൂഹ്യ വിരുദ്ധർ, ഒരു അഴിഞ്ഞാടുന്നൊരു സ്ഥലവും കൂടിയാണത്. എന്തൊരു ഭയാനകമായിട്ടുള്ള രാത്രി, ഉറങ്ങാൻ പറ്റുന്നില്ല. ആൺകുട്ടികൾ പോലും സുരക്ഷിതരല്ല. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലോ ഓർക്കാൻ വയ്യ. രക്ഷാപ്രവർത്തനം. ജാതിമത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഖാവും നടനുമായിട്ടുള്ള ശ്രീ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും നാട്ടുകാർ സമുചിതം നിരുപാധികം തല്ലുകൊടുത്തു. ഹെൽമെറ്റ് ഊരി അടിച്ചു. ഹെൽമറ്റ് കൊണ്ടും അടിച്ചു എന്ന് സന്തോഷ് കീഴാറ്റൂർ പറയുന്നുണ്ട്. സന്തോഷ് കീഴാറ്റൂരുമായി പോങ്ങന്റെ കമ്മികാലത്ത് ഒരു ദിവസം ഒരുമിച്ച് സൗഹൃദം പങ്കിടാനും സംസാരിക്കാനുമൊക്കെയുള്ള ഒരു സാവകാശം ലഭിച്ചിരുന്നു എന്നുള്ള ഓർമ്മ ഇപ്പോഴും കൃത്യമായി ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മകന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു ദുരവസ്ഥയിൽ പോങ്ങൻ തീർച്ചയായിട്ടും അനുശോചനം രേഖപ്പെടുത്തുന്നു, അതിനെ അപലപിക്കുന്നു. ഒപ്പം തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ പോങ്ങന് സംസാരിക്കാനുമുണ്ട്. അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ 3 ചാനലുകളിലായിട്ട് പോങ്ങൻ കേട്ടു. ഒപ്പം അദ്ദേഹത്തിന്റെ മകൻ സംസാരിച്ചതും കേട്ടു. സന്തോഷ് കീഴാറ്റൂർ ഒരു നടനാണ്. സ്വാഭാവികമായിട്ടും ഏതു ഭാവങ്ങളും ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. അദ്ദേഹം നല്ലൊരു നടനാണ്. എങ്കിൽ പോലും ധർമ്മബുദ്ധനായിട്ടുള്ള ഒരു പിതാവിന്റെ വേഷം മാത്രമാണ് വാർത്താ ചാനലുകളുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഈ 3 ചാനലുകളിലും കേട്ടു നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത് പൊരുത്തക്കേടുകൾ, അവാസ്തവമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെതായിട്ടുള്ള പകപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ പോങ്ങന് സാധിച്ചു. അദ്ദേഹം പറയുന്നത് മകൻ കൂട്ടുകാരുടെ ജന്മദിന പരിപാടി കഴിഞ്ഞതിന് ശേഷം വരുന്ന വഴി ചുമ്മാ വളരെ കുഞ്ഞ്, ആ കല്ലിന്റെ വലിപ്പമൂല്യമൊക്കെ കൃത്യമായിട്ട് സന്തോഷ് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കല്ല്, ചെറിയൊരു കല്ല്, ആ കല്ല് അങ്ങനെ അങ്ങോട്ടേക്ക് പറന്നു ചെന്ന് ഒരു ഫ്ലക്സിൽ കൊണ്ടു. ഉടനെ തന്നെ RSS സംഘപരിവാർ BJP പ്രവർത്തകർ മകനുമേലേക്ക്, മകന്റെയും മകന്റെ കൂട്ടുകാരുടെയും മേളിലേക്ക് ചാടി വീണു എന്നാണ് ഒരിടത്ത് പറയുന്നത്. നേരിട്ടറിയില്ല, കണ്ടാലറിയുന്ന 1-2 പേരുണ്ട്. അവർ കുറേ നാളുകളായിട്ട് ആ പ്രദേശത്ത് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അക്ഷരാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ്. കാരണം ഒരു തരത്തിലും നാട് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത ടീമാണ്. മറ്റൊരിടത്ത് RSS BJP പ്രവർത്തകർ എന്ന് പറയുന്നില്ല, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള, സാംസ്കാരിക വിരുദ്ധരായിട്ടുള്ള ഒരു സംഘം എന്ന് പറയുന്നു. രണ്ടായാലും ഒരു കമ്മിയെ സംബന്ധിച്ച് ഒന്നാണ്. BJP പ്രവർത്തകർ അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്നതും സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള, സാംസ്കാരിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അവരെ സംബന്ധിച്ച്, കമ്മികളെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാനും കമ്മിയായിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അത് അറിയുകയും ചെയ്യും. അങ്ങനെ ഒരു ധാരണ അവർക്കുണ്ട്. എന്നാൽ കുറച്ചുകൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ മകന്റെ സംസാരം കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മകൻ പറയുന്നുണ്ട്, മകൻ ഈ ഇത്രത്തോളം മൂത്ത കമ്മിയല്ലല്ലോ, ഇളം കമ്മിയല്ലേ, പ്രായപൂർത്തിയായി വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ടത്ര ഒരു മികവ് കള്ളം പറയുന്നതിൽ കാണിക്കാനുള്ള ഒരു കൗശലം അങ്ങോട്ട് മൂത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അവൻ ഉള്ളത് പറഞ്ഞു. നിലത്ത് നിന്നിട്ട് കല്ലുകൊണ്ട് ഇങ്ങനെ കൈനെ കൊണ്ട് നിലച്ചേരും ഇങ്ങനെ ചൊട്ടിയാരം. ഓപ്പോസിറ്റ് സ്കൂളിന്റെ ബോർഡിൽ കൊണ്ടുപോയി. ഈ ഫ്ലക്സിൽ വീണ കല്ല് ചോദിക്കാൻ ഇവരാരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചത് എന്തായിരിക്കും? അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയണം. സാമൂഹ്യ വിരുദ്ധരും സാംസ്കാരിക വിരുദ്ധരുമായിട്ടുള്ള BJP പ്രവർത്തകർ എന്ന് പറയുന്നു. സന്തോഷ് കീഴാറ്റൂർ സ്വാഭാവികമായിട്ടും സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വൈപ്പിൽ, അല്ലേ? സ്വാഭാവികമായിട്ടും സന്തോഷിന്റെ മക്കളുമൊക്കെ സാംസ്കാരിക സമ്പന്നർ. അദ്ദേഹത്തിന്റെ മകനെ ഉപദ്രവിക്കാൻ വന്നവർ സാംസ്കാരിക വിരുദ്ധർ. ഇനി എന്ത് പ്രവൃത്തിയുടെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവരൊക്കെ പഠിച്ച ആ സ്കൂളിന്റെ ബോർഡിനിട്ട് കല്ലെറിയുക, അത് സാംസ്കാരിക സമ്പന്നതയാണോ? ആ കല്ലെറിഞ്ഞതിനെ ചോദ്യം ചെയ്യാൻ വരുന്ന മനുഷ്യരോട് പ്രകോപനപരമായിട്ട് എന്തെങ്കിലും സംസാരിച്ചതിന്റെ പുറത്താണോ അവർ ചെറുതായിട്ടൊന്ന് അത് നല്ലതാണെന്ന് പറയില്ല, എങ്കിലും മർദ്ദനമുറ സ്വീകരിച്ചത്? തല്ല് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അടിയന്തര സാഹചര്യം ഈ കുട്ടികൾ അവിടെ സൃഷ്ടിച്ചെങ്കിലോ? തല്ല് കൊടുത്തതിന്റെ ലക്ഷണമൊന്നും കാണാനില്ല.
കാരണം വളരെ കിടപ്പുമുറിയിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ ആ കുഞ്ഞിരുന്ന് വർത്തമാനങ്ങൾ പറയുന്നത്. സന്തോഷം. ഏറി വന്നാൽ സ്കൂളിൽ നിന്ന് അധ്യാപകന്റെ വള്ളിച്ചൂരിൽ 2 അടി കിട്ടിയവന്റെ ഒരു പ്രയാസം മാത്രമേ കാണാനുള്ളൂ. ശരീരത്തിലൊന്നും എന്തായാലും ഒരു ബുദ്ധിമുട്ടുകളും ഒന്നും വന്നിട്ടില്ല, പരിക്കുകളൊന്നുമില്ല. ഇത്രയും ആൾക്കൂട്ടം കൂടി മർദ്ദിച്ചതിൻ്റെതായിട്ടുള്ള ഒന്നും കാണാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടികളെ ഹെൽമെറ്റ് കൊണ്ട്, മാരകായുധമാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്, ഹെൽമെറ്റ് കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം. പിന്നെ ഫ്ലക്സ്. സന്തോഷ് കീഴാറ്റൂർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഹെൽമറ്റ് കൊണ്ട് അടിച്ചു എന്നാണ്. ഇതേ സമയത്ത് ഹെൽമറ്റ് കൊണ്ടടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് ഈ സന്തോഷ് കീഴാറ്റൂർ. ഹെൽമറ്റ് കൊണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെയൊക്കെ തലമണ്ട അടിച്ചു പൊട്ടിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഒട്ടും തന്നെ മനസ്സ് കാണിക്കാത്ത, അതിനു വേണ്ടുന്ന പ്രബുദ്ധത കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ശ്രീ സന്തോഷ് കീഴാറ്റൂർ. ഇന്ന് മകന് അത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വിലപിക്കുമ്പോൾ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ സത്യത്തിൽ അത് കൊള്ളുന്നത് ആർക്കാണ്? ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെയല്ലേ ആ പറയുന്നത്, അല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിന് കല്ലെറിയുന്ന ഒരു വ്യക്തിയെ സാംസ്കാരിക സമ്പന്നനായിട്ടും സ്കൂളിന് കല്ലെറിയുന്നത് ചോദ്യം ചെയ്യുന്നവർ സാംസ്കാരിക വിരുദ്ധരുമാകുന്നുണ്ട് ഈ നാട്ടിലെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, സന്തോഷ് കീഴാറ്റൂർ പറയുന്ന മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുട്ടികളൊക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ നമ്മുടെ നാട് വിട്ട് പുറം ലോകത്തേക്ക് പോകുന്നത്? അവർക്കൊരു ഇതൊരു രാത്രി സ്വാതന്ത്ര്യമോ ഒരു സഞ്ചാര സ്വാതന്ത്ര്യമോ ഇവരെ പോലുള്ള സാമൂഹ്യ വിരുദ്ധരെ ഇല്ലാതാക്കുമ്പോഴാണ്. അപ്പോൾ അതിനെതിരെയാണ്. രാത്രി സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെയുള്ളവർ പോകുന്നത്. അങ്ങനല്ല സന്തോഷ്, അങ്ങനല്ല. താങ്കൾ വിശ്വസിക്കുകയും താങ്കൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPM. ആ CPMന്റെ നയമാണ്, CPMന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അമിത വ്യഗ്രത കാരണം ഉണ്ടാക്കി വെക്കുന്ന പുകിലുകളും ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഇസത്തിൻ്റെ പോരായ്മയും കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതെന്തോ ഒരു കാൽപ്പനികമായ സംഗതിയാണ് എന്ന് വരുത്തി വച്ചിരിക്കുക. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മാനവിക ബുദ്ധിയും പരിഷ്കൃത ഭാവവും പുരോഗമന ചിന്തയും കാഴ്ചപ്പാടുമൊക്കെ ഉള്ള ഒരു സംഘമാണ് എന്ന പ്രതീതി, അതൊരു കാൽപ്പനിക ഭംഗി നിറഞ്ഞ ഒരു പ്രതീതി പണ്ട് കാലത്തെ കലാകാരന്മാരും കവികളും സാഹിത്യകാരന്മാരും ഒക്കെ അവതരിപ്പിച്ച് വെച്ചതുകൊണ്ട് അത് ഏറ്റുപാടുന്ന ഒരു സമൂഹമാണ്. അതിൽ കബളിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ശരിക്കും കമ്മ്യൂണിസമാണ് ഈ നാട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സന്തോഷ് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ പ്രസ്ഥാനമാണ് ഈ നാടിൻ്റെ ശാപം. അതെന്ന് സന്തോഷ് തിരിച്ചറിയുമോ അന്ന് സന്തോഷ് കുറച്ചുകൂടി ഒരു നടൻ എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ മഹത്വം കുറച്ചുകൂടി ഉയരും. നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇത് പറയുന്നത്. കാരണം നിങ്ങളുടെ മകൻ തല്ലുകൊണ്ട ആദ്യ വാർത്ത തന്നെ നിങ്ങളാക്കിയത് BJP പ്രവർത്തകർ തല്ലിയെന്നാണ്. 18 വയസ്സ് തികയാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയോട് BJPക്ക് എന്ത് വെറുപ്പും വിരോധവും വിദ്വേഷവും? ഇനി സന്തോഷിൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിരോധമാണെന്നുണ്ടെങ്കിൽ ആ ദിവസം രാത്രി തന്നെ ഇവന്മാരെ പിടിച്ചിടിക്കേണ്ട കാര്യമുണ്ടോ? സന്തോഷിൻ്റെ കുട്ടി കല്ലെറിയുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടത്തി എന്നു മാത്രവുമല്ല, അവർ ചോദ്യം ചെയ്യാൻ വന്നവരുടെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇവർ നടത്തിയിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ നടനാണ്, സഖാവാണ്, അച്ഛൻ്റെ പാർട്ടിയാണ് നാട് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മകന് ഒരല്പം അഹന്ത വന്നു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം സന്തോഷ് ചെയ്യേണ്ടത് ഈ ലോകത്ത് ജീവിക്കാനുള്ള അടിസ്ഥാന സാമൂഹ്യ പാഠങ്ങൾ മകനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് സുരക്ഷിതമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കാൻ മകനെ വിനയം വേണം, വിവേകം വേണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 18 വയസ്സ് പോലും തികയാത്ത കുട്ടികൾക്ക് രാത്രി സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകുന്നതല്ല പരിഷ്കൃത ബുദ്ധി, പുരോഗമന ഭാവം എന്ന് പറയുന്നത്. സംസ്കാരത്തോടുകൂടി പെരുമാറാൻ, സാമൂഹ്യ സൗഹാർദ്ദ ബുദ്ധിയുള്ളവരാണെന്നും സാംസ്കാരിക സമ്പന്നരാണെന്നും സ്വയം അവകാശപ്പെട്ടാൽ പോരാ, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും പ്രതിപക്ഷ ബുദ്ധിയുള്ള മനുഷ്യരോട് ഏത് നിലയിലുള്ള നയം സ്വീകരിക്കണം, സംസാര സമീപനം എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടുന്ന അടിസ്ഥാന പാഠങ്ങൾ, സാമൂഹ്യ പാഠങ്ങളാണ് ഈ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഈ ക്യാമറ കാണുമ്പോൾ നാണമില്ല, നടിക്കാനുള്ള കഴിവുണ്ട്, ഇതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത് ശ്രീ സന്തോഷ്. സ്നേഹം കൊണ്ട് പറയുകയാണ്, സൗഹൃദം കൊണ്ട് പറയുകയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളെ കേൾക്കാൻ ഒരു വലിയ സംഘമുണ്ട്. നിങ്ങളെപ്പോലുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ബോധം കാണിക്കേണ്ടത്. മക്കൾക്ക് മാത്രമല്ല മാതൃകയാവേണ്ടത്, തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ മക്കൾക്ക്
സഹപ്രവർത്തകരുടെ മക്കൾക്ക്, സമൂഹത്തിലെ മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു നടനാണ്, സ്വാധീന ശേഷി കൂടിയ ഒരാളാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളെപ്പോലുള്ളവരാണ് വിവേകത്തോടെ പെരുമാറേണ്ടത്. അതല്ലാതെ മക്കളെ ന്യായീകരിക്കുന്ന നിലയിൽ നിങ്ങളുടെ സ്വാധീന ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് കഷ്ടമാണ്. നിങ്ങൾ തെറ്റായിട്ടുള്ള സന്ദേശമാണ് നിങ്ങളുടെ മകന് കൊടുക്കുന്നത്. ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. നിങ്ങളുടെ മകന്റെ ഭാഗത്താണ് കേട്ടിടത്തോളം പിഴവുകളുള്ളത്. ഞാൻ ഇതിനൊന്നും ദൃക്സാക്ഷിയല്ല, അതുകൊണ്ട് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ സംസാരം കൃത്യമായി മകന്റെയും സന്തോഷിന്റെയും സംസാരം കേട്ടു കഴിയുമ്പോൾ സാമാന്യ ബോധം കൊണ്ട് എനിക്ക് തോന്നി മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ഒരു തരത്തിലും ഞാൻ ഒരു പക്ഷം പറഞ്ഞതല്ല. BJP-ക്കാർ മർദ്ദിച്ചുവെങ്കിൽ അത് ന്യായീകരിക്കാനും ഞാനില്ല. പക്ഷെ തല്ലുകൊള്ളിത്തരം കാണിക്കാതിരിക്കുക. കാരണം ഈ സമൂഹത്തിൽ നമ്മൾ തല്ലുകൊള്ളിത്തരം കാണിക്കും. നിങ്ങൾ തല്ലരുത്, നിങ്ങൾ സംസ്കാരമുള്ളവരായിരിക്കണം, ഞങ്ങൾക്കതുണ്ടാവില്ല. പക്ഷെ നിങ്ങളാണ് സംയമനം പാലിക്കേണ്ടത്. ഞങ്ങളുടെ സംസ്കാരമില്ലായ്മയെ നിങ്ങൾ സഹിഷ്ണുതയോടുകൂടിയും സഹനബുദ്ധിയോടുകൂടിയും സഹിച്ചോളണം എന്ന് പറയുന്ന രീതി നല്ലതല്ല. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം ഉയർത്തി കാണിക്കണം. എൻ്റെ മകന് പിശക് പറ്റി എന്ന് തന്നെ പറയണം. അത് പറയാനുള്ള കഴിവാണ് ഒരു സഖാവിന് വേണ്ടത്. ഞാനും നിങ്ങൾ വിശ്വസിച്ച പാർട്ടിയെ മനസ്സിലാക്കി വിശ്വസിച്ച് കൂടെ കൂടിയിട്ട് ഇതൊന്നുമല്ല, ഞാൻ വിശ്വസിച്ചതും മനസ്സിലാക്കിയതുമല്ല എന്ന് കണ്ടപ്പോൾ നഷ്ടങ്ങൾ സഹിക്കാൻ ധൈര്യത്തോടുകൂടി തയ്യാറായി പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ സഖാവാണ് എന്ന് മേനി പറയുമ്പോൾ എനിക്കും പറയാം, ഞാനും സഖാവാണ്. ദേശീയ ബുദ്ധിയുള്ള ഒരു സഖാവ്, സാമൂഹ്യ ബോധവും പൗരബുദ്ധിയുമുള്ള ഒരു സഖാവ്, സംഘി സഖാവ്, അങ്ങനെ വേണമെങ്കിൽ പറയാം എനിക്കും. അതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് എല്ലാം കേമപ്പെട്ട ആൾക്കാരെന്ന് പറയരുത്. നിങ്ങളുടെ മകൻ ചെയ്തത് തെമ്മാടിത്തരമാണ്. തല്ല് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങിയതാണോ എന്നുള്ള സംശയം പോലും ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. എൻ്റെ സംശയമാണ്. ദയവായിട്ട് സന്തോഷിൻ്റെ മകന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക, സാമൂഹ്യ ബോധം പറഞ്ഞു കൊടുക്കുക, എങ്ങനെ ഈ സമൂഹത്തിൽ ലക്ഷണമൊത്ത ഒരു പൗരനാവാൻ കഴിയും. അതിനുശേഷം മതിയെന്നേ സ്വാതന്ത്ര്യം രണ്ടാമത് വരേണ്ടതാണ്. ആദ്യം പൗരബുദ്ധിയാണ്, പിന്നീട് സാമൂഹ്യ ബോധമാണ്. ഇത് രണ്ടും ഉണ്ടായതിനു ശേഷം മാത്രം മതി സ്വാതന്ത്ര്യം. ഡ്രൈവ് ചെയ്യാൻ 18 വയസ്സായാൽ പോരാ, ഡ്രൈവിംഗ് പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്യണ്ടേ, അല്ലേ? 18 വയസ്സായ എല്ലാവർക്കും റോഡിൽ വാഹനവുമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിന് ലൈസൻസ് വേണം. എന്നു പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാനും വേണം ഒരു ലൈസൻസ്. ആ ലൈസൻസാണ് പൗരബുദ്ധിയും സാമൂഹ്യ ബോധവും. നന്ദി സന്തോഷം. മോന് നന്മകൾ വരട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാവി ശോഭനമാവട്ടെ, അദ്ദേഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം നിങ്ങൾ നടനാണ്, അനുഭവ പരിചയമുള്ള ഒരാളാണ്, ലോകം കണ്ടവനാണ്, ധാരാളം ആളുകളെ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, സാമൂഹ്യ മൂല്യമുള്ള വ്യക്തിയാണ്, ജീവിതാനുഭവങ്ങൾ ധാരാളമായി സമ്പാദിക്കുന്ന ഒരുവനാണ്. നല്ല ചിന്ത, സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്ന, സാമൂഹ്യ ബോധത്തോടുകൂടി കഴിയാൻ പറ്റുന്ന ഒരു മനോനിലയിലേക്ക് മകനെ വളർത്തിയെടുക്കാൻ ശ്രീ സന്തോഷ് കീഴാറ്റൂരിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊങ്ങൻ്റെ ഈ സംസാരം കേൾക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളോടും വളരെ സ്നേഹം. സാധിക്കുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക. അതുപോലെ സമാനബുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് പങ്കിട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് ചെയ്യുക. ചെറിയ സഹകരണ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ തന്നെ എൻ്റെ ഊർജം തീർച്ചയായിട്ടും ഇവിടെ ലഭിക്കുന്ന പരിഗണനകൾ തന്നെയാണ്, പ്രോത്സാഹനങ്ങൾ തന്നെയാണ്. അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ലഭിക്കാതിരുന്നു കഴിഞ്ഞാലും എനിക്ക് സംസാരിക്കാൻ പറ്റും. ലഭിച്ചാൽ ഊർജത്തോടുകൂടി നാവാട്ടം നടത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അഭ്യർത്ഥിച്ചു എന്നുള്ളതേ ഉള്ളൂ. തീരുമാനം നിങ്ങളുടെ കൈവശമാണ്. സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സാധിക്കുമെങ്കിൽ ഒപ്പം കൂടുക. സ്നേഹം, സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. സ്നേഹം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമുക്കെല്ലാം നന്മകൾ മാത്രം വരട്ടെ. സ്നേഹം.